ഹായ് കൂട്ടുകാരെ, കഥയിലേക്ക് പോകാം. എളുപ്പവഴി. അകലെയുള്ള ഗ്രാമത്തിൽ വിശേഷപ്പെട്ട ഒരു ഉത്സവം നടക്കുന്നു. അതു കാണാൻ അക്ബർ പരിവാര സമേതം പുറപ്പെട്ടു. കുന്നിൻ ചെരുവിലൂടെയും കാട്ടുപ്രദേശങ്ങളിലൂടെയുമാണ് യാത്ര. കുറേ ദൂരം ചെന്നപ്പോൾ അക്ബർ മുഷിപ്പോടെ ചോദിച്ചു, ഇനിയും വളരെ ദൂരമുണ്ടോ? മടുത്തു. ആർക്കെങ്കിലും വഴിയുടെ ദൂരമൊന്ന് വെട്ടിച്ചുരുക്കാൻ കഴിയുമോ? അതിനെന്താ രാജാവേ, ഞാൻ ചെയ്തു തരാം, ബീർബൽ പറഞ്ഞു. കൂടെയുണ്ടായിരുന്ന മന്ത്രിമാർ അത്ഭുതപ്പെട്ടു. ബീർബൽ എന്തു കണ്ടിട്ടാണ് ഈ പറയുന്നത്? ഉത്സവ ഗ്രാമത്തിലേക്ക് ഇത് മാത്രമാണ് വഴി, മറ്റു എളുപ്പ വഴിയൊന്നുമില്ലതാൻ. ഇയാൾ പിന്നെ എങ്ങനെയാണ് വഴിയുടെ നീളം വെട്ടിച്ചുരുക്കാൻ പോകുന്നത്? നിങ്ങൾ വഴിയുടെ നീളം വെട്ടിക്കുറയ്ക്കുമെന്നോ? എങ്കിൽ വേഗമാകട്ടെ, എനിക്ക് വല്ലാത്ത ക്ഷീണവും മടുപ്പും തോന്നുന്നു, അക്ബർ ആവശ്യപ്പെട്ടു. ശരി മഹാരാജൻ, അതിനു മുമ്പ് ഞാൻ പറയുന്ന ഒരു കഥ കേൾക്കാൻ തയ്യാറാവണം. ഒരു കഥയല്ലേ? പറഞ്ഞോളൂ. പണ്ട് ഒരു പെരുവഴിക്കാരനും പോംവഴിക്കാരനും കാട്ടുവഴിയിലൂടെ പോവുകയായിരുന്നു. എന്നിട്ട് പലതരം മൃഗങ്ങളുള്ള വലിയ കാടാണ്. ഇടയിലൊരു വള്ളിപ്പടർപ്പിൽ ചെറിയൊരനക്കം കണ്ട് അവർ ശ്രദ്ധിച്ചു. എന്നിട്ട് വല്ല പുലിയോ സിംഹമോ ആകുമെന്ന് കരുതി അവർ എങ്ങോട്ട് രക്ഷപ്പെടണമെന്നറിയാതെ പേടിച്ചു നിൽക്കെ 2-3 മുയലുകളാണ് തുള്ളിച്ചാടിപ്പോയത്. അക്ബർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിത്തൊണ്ടന്മാർ. എന്നിട്ട് ബീർബൽ കൂടുതൽ ഉത്കണ്ഠയും സാഹസങ്ങളും ചേർത്ത് കഥ തുടർന്നു. കൂടെയുള്ളവരും ശ്രദ്ധയോടെ കഥ കേൾക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിലെ ഉത്സവമേളം കേൾക്കാറായി. നാം ഗ്രാമത്തിലെത്തിക്കഴിഞ്ഞോ? ഇത്ര വേഗം? അക്ബർ ചോദിച്ചു. ഉവ്വ് രാജാവേ, അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ വഴിയുടെ നീളം വെട്ടിച്ചുരുക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പെരുവഴിക്കാരൻ്റെ കഥയോ? പെരുവഴി അങ്ങനെ നീണ്ടു കിടക്കുകയല്ലേ. കാട്ടുവഴി കഴിഞ്ഞപ്പോൾ പോംവഴിക്കാരൻ അയാളുടെ വീട്ടുവഴിയിലേക്ക് പോയി. അങ്ങനെ കഥയും തീർന്നു. എളുപ്പവഴിയിൽ ഇങ്ങനെ കഥ തീർക്കണ്ടായിരുന്നു. കഥയുടെ വഴിക്കു നീളം കൂടിയാലും വിരോധമില്ല എന്നായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ചിന്ത.